അല്ല ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും ഇത് നമ്മുടെ സിനിമയിൽ നിന്ന് എന്താണ് ഇൻസ്പയർഡ് ആയി എല്ലാ സ്കൂളുകളിലും ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള സർക്കുലർ വന്നു. ഇത് ചെറിയ മാറ്റമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെയധികം നല്ലതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊരു വലിയ മാറ്റത്തിലോട്ട് കൺവേർട്ടായപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. വിനേശനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, വർക്കിന് വന്നപ്പോഴേക്കും ചേട്ടാ എനിക്ക് പവിഴമഴ വേണ്ട എന്ന് പറഞ്ഞു. പുള്ളി ആക്ച്വലി എന്താണ് ഒരു മ്യൂസിക് ലൈബ്രറിയാണ്. പുള്ളിയുടെ സ്റ്റഫ് ഒരുപാടുണ്ട്. പക്ഷേ ഇതിന് ആക്സസ് ഉള്ള ഒരാളത്തോട്ട് കയറിയാലേ കൃത്യമായിട്ട് സാധനം പുള്ളിയുടെ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഒരു 80% ക്യാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. ഇതിൽ ആ കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും. പക്ഷേ OTT വരുമ്പോൾ അത് സൈൻ പ്ലേ പോലെ മലയാളത്തിൽ ഇത്രയും വലിയ ആർക്കൈവ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പഞ്ചാബിലെ സ്കൂളിലുണ്ടായ ഇമ്പാക്റ്റും തമിഴ്നാട്ടിലെ ഫുൾ സ്കൂളുകളുണ്ടാകുന്ന ഇമ്പാക്റ്റും ഒക്കെ ആ ഒരു വിജയത്തിൻ്റെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ. മറ്റെല്ലാം അതിൽ നിന്ന് മൂവ് ആവേണ്ട സമയമായി എന്നാണ്. പഴയൊരു പ്രോസസ്സാണ്. നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാനിന് കണക്കുണ്ട്, കൊണ്ടുവരുന്ന ക്യാനിന്. അപ്പം അന്നൊക്കെ ആൾക്കാരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ട് കൊച്ചിനും ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതായത് എത്ര ക്യാൻ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ ഡയറക്ടറിൻ്റെ കേപ്പബിലിറ്റി. തിരുവനന്തപുരത്ത് നിന്നൊരു ടീം എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു ടീം എന്നറിയപ്പെടാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. സിനിമാ പ്രാന്തറിൽ ഇന്ന് കൂടെ ഉള്ളത് OTT ഇപ്പം വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ ക്രൂ ആണ്. വെൽക്കം. ഇപ്പം സിനിമ ആക്ച്വലി സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ കണ്ട് ഇപ്പം സൊസൈറ്റി ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്നുള്ള അതായത് നമുക്ക് മെയിനായിട്ട് തന്നെ അറിയാം, ഇപ്പം സിനിമ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കണ്ടു. അതിൽ ആ ഒരു മെയിൻ തീം അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് ബാക്ക് ബെഞ്ചേഴ്സോ ഫ്രണ്ട് ബെഞ്ചേഴ്സോ അങ്ങനെ ഒന്നിനി ഇല്ല എന്നുള്ള രീതി എല്ലാ സ്കൂളുകളും ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. സോ സിനിമ ഇത് എഴുതുന്ന ടൈമിൽ അല്ലെങ്കിൽ സിനിമ റിലീസ് ആവുന്ന ടൈമിലൊക്കെ ഈ രീതിയിലൊരു മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചിരുന്നോ? എഴുതുന്ന ടൈമിൽ ഒരിക്കലുമില്ല, ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലുമില്ല. നമ്മൾ ഈ സിനിമ റിലീസ് ആവുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഗണേഷ് കുമാർ സാറിനെ KB ഗണേഷ് കുമാർ സാറിൻ്റെ പടം കാണിച്ചിരുന്നു. അപ്പോൾ പുള്ളിയെ ജസ്റ്റ് കാണിക്കുക എന്നുള്ളൊരു പർപ്പസിൽ മാത്രം കാണിച്ചതാണ്. അപ്പോൾ പുള്ളി പടം ഇഷ്ടപ്പെട്ടു, പടത്തിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. പുള്ളി ഈ ഒരു ക്ലൈമാക്സ് വരുന്ന ബെഞ്ചിങ് സിസ്റ്റം നോക്കി വെച്ചിരുന്നു. പുള്ളി അത് ഞങ്ങളോട് പോലും ചർച്ച ചെയ്ത പുള്ളിയുടെ നേതൃത്വത്തിലുള്ള RVVHS വാള സ്കൂളിൽ ഇത് അപ്ലൈ ചെയ്ത് പുള്ളി വഴി പോലും അല്ല ഞങ്ങൾ അറിയുന്നത്, വേറൊരാൾ വഴി അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടാണ് ഇതിന് ആക്ച്വലി പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം പുള്ളി പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോ ഞങ്ങളത് OTT റിലീസിന് ശേഷം പുറത്ത് വിട്ടപ്പോൾ ഇതുവരെ 8 സ്കൂളുകൾ അത് ഫോളോ ചെയ്തു. ഒരെണ്ണം പഞ്ചാബിൽ നിന്നാണ്. മാത്രമല്ല ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകളിലും ഇത് നമ്മുടെ സിനിമയിൽ നിന്ന് എന്താണ് ഇൻസ്പയർഡ് ആയി എല്ലാ സ്കൂളുകളിലും ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള സർക്കുലർ വന്നു എന്നാണ്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ച ഇത് ചെറിയ മാറ്റമെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെയധികം നല്ലതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതൊരു വലിയ മാറ്റത്തിലോട്ട് കൺവേർട്ടായപ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എഴുതുന്ന സമയത്തൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു മാറ്റം നല്ലതാണ്. പക്ഷേ ഈ ഫോർമാറ്റ് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു ട്രയൽ ആൻഡ് എറർ പീരീഡ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് മെയിനായിട്ട് നമ്മൾ സിനിമയിൽ പറഞ്ഞു വെച്ച ഈ വിഷയം, ഈ സെമി സർക്കിൾ സാധനം, ആ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സിനിമയിലൂടെ അത് കാണിച്ചെന്ന് വെച്ചാൽ ഈ വേർതിരിവില്ലാതെ ആ നായകൻ വില്ലൻ്റെ മുമ്പ് ജയിക്കുന്നു എന്നുള്ള വില്ലൊടിക്കുന്നു എന്ന് പറയുന്ന സ്പേസിലാണ് നമ്മളത് കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മെസ്സേജ് സബ്ടെക്സ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും കിട്ടി. അത് ഇത്രയും ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിൽ പ്രാക്ടിക്കൽ അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെ പറ്റി ഒരുപാട് ട്വിറ്ററിലും അതിൻ്റെ ഈ ഒരു സാധനം ഈ ഒരു ഷേപ്പാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലിരിക്കുന്ന കുട്ടിക്ക് കഴുത്ത് വേദന എടുക്കില്ലേ? ശരിക്കും നമുക്കതിൻ്റെ ശരിക്കുള്ള ഉത്തരം ഈ സ്കൂളുകളിൽ നിന്ന് തന്നെ കിട്ടി. എങ്ങനെ ഈ സാധനം ഈ പറയുന്ന നെക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യാമെന്ന് സ്കൂളുകാർ തന്നെ നമുക്ക് റിപ്പോർട്ട് വന്നു. അതായത് സെമി സർക്കുലർ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഏത് നേരവും ബ്ലാക്ക് ബോർഡ് നോക്കി ഇരിക്കുമ്പോഴാണ് അവർക്ക് നെക്ക് പെയിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് കോർണറിലോട്ട്. അപ്പോൾ അവർ നേരെ ഈ സെമി സർക്കിൾ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒത്ത നടുവിലാണ് ടീച്ചറിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അവർക്ക് കരുത്ത് തിരിഞ്ഞു നോക്കാതെ തന്നെ ടീച്ചറിനെ ഫേവർ ചെയ്തിരിക്കാൻ പറ്റും. നോട്ട് എഴുതുന്ന സമയത്ത് മാത്രമേ അവർക്ക് ബ്ലാക്ക് ബോർഡിലോട്ട് നോക്കേണ്ട കാര്യമുള്ളൂ. സോ ഫുൾ ടൈം ലുക്ക് അങ്ങോട്ടാവുമ്പോഴാണ് ഈ വേദനയുടെ പ്രശ്നം വരുന്നത്. മാത്രമല്ല ഓരോ പീരീഡിനും ബെഞ്ച് ഷഫിൾ ചെയ്ത കുട്ടികളെ ഇരുത്താമെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഡേ കഴിയുന്ന സമയത്ത് ഒരു കുട്ടിക്ക്
ഒരു ക്ലാസ്സിൻ്റെ എൻ്റയർ ഒരു ഇതൊന്നും ഒരു ലുക്ക് കിട്ടുന്നുണ്ട്, എൻ്റയർ പെർസ്പെക്റ്റീവ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്പേസിൻ്റെ ഇഷ്യൂ ആണ് വേറൊരു സാധനം പറയുന്നത്. അത് ശരിക്കും ലോജിക്കലാണ്. ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമുകളിലും ഇത് പറ്റില്ല. കുട്ടികൾ കൂടുതലുള്ള ക്ലാസ് റൂം, അതായത് ഒരു ഐഡിയൽ ക്ലാസ് റൂമിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും 30 to 35 നിർത്തണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു അധ്യാപകന് എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് 30-35 ആക്കണം എന്നൊരു സജഷൻ നമുക്കുണ്ട്. അത് മാത്രമല്ല പ്രാക്ടിക്കലി സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ള ക്ലാസ് റൂമുകളിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു മോഡൽ കാണിച്ചു, പക്ഷേ ഇതിൻ്റെ മറ്റൊരു റൈറ്റ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവാം. അത് സൊസൈറ്റി ഫിഗർ ഔട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളൊരിക്കലും ഇത് ആപ്ലിക്കബിൾ ആവുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ഏറ്റെടുത്ത് വരുന്നത് കാണുന്ന ഒരു സന്തോഷമല്ലേ. ആശയം നിലനിന്നാൽ മതി. ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മ്യൂസിക്കാണ്. അപ്പം ഇതിൻ്റെ ഭയങ്കര ഇത് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ലൈവായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെയധികം കണക്ട് ആകുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് അല്ലെങ്കിൽ സ്കോറൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിൻ്റെ ലൈക്ക് മ്യൂസിക്കിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ മ്യൂസിക് അത്ര നന്നായിട്ടുണ്ടെങ്കിൽ ആ സിനിമ അത്ര നല്ലതായിരുന്നു കൊണ്ടാണ്. സിനിമയിൽ ആ സീനിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള വോട്ട് ബി സേ അതിനൊരു മ്യൂസിക്കലി എൻഹാൻസ് ചെയ്യാനുള്ള തിങ്സ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ഫസ്റ്റ് ചെയ്യേണ്ടിരുന്നത്. പിന്നെ സോങ്സ് കമ്പോസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ എന്താണ് വിനീഷിനെ ബാക്കി ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിൽ നിന്ന് വിനീഷിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഞാൻ എല്ലാവരും റെസ്പെക്റ്റ് കൊണ്ട് പറയുകയാണ്. വിനീഷിനോട് പറഞ്ഞൊരു ഡയലോഗുണ്ട് വർക്കിന് വന്നപ്പോഴേക്കും, ചേട്ടാ എനിക്ക് പവിഴമഴ വേണ്ട എന്ന് പറഞ്ഞു. അതെന്നോടൊരു ഡയറക്ടറും പറഞ്ഞിട്ടില്ല. സോ കുറച്ച് റെപ്പറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. അപ്പോൾ അത് വിനീഷ് പറഞ്ഞ് ഞാൻ സന്തോഷം തോന്നി. ഇപ്പം ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ജോണേഴ്സ് എനിക്ക് അതിനകത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റി. 4 പാട്ടുകളുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഫൈനൽ ക്ലൈമാക്സിലെ സോങ് പിന്നെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് വന്നൊരു ഐഡിയ ആണ്, അത് സോങ് ആക്കാം എന്നുള്ളത്. അപ്പോൾ അത് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ജോണേഴ്സ് ആയിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഏറ്റവും സത്യം ഇപ്പോൾ എല്ലാവരും പറയുന്നത് ക്ലൈമാക്സിലെ സ്കോറിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തൊരു സ്കോർ എന്ന് പറയുന്നത് അതിൽ ഭസ്മം എന്ന് പറയുന്നൊരു ടീമുണ്ട്. ഭസ്മം എന്ന് പറയുന്ന ഒരു 3 പയ്യന്മാരുടെ സംഭവമുണ്ട്. അവന്മാർക്കൊരു ടീമുണ്ട്. അതാണ് ഞാൻ ഏറ്റവും സമയമെടുത്ത് ഒരുപാട് ട്രയൽ ആൻഡ് എറർ ചെയ്തത് വർക്ക്. വിനേഷ് പടം കാണാൻ വന്നപ്പോൾ മൂവി കാണാൻ വന്നപ്പോഴേക്കും ഇത് മാറ്റരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനമാണ്. എപ്പോഴും ഇപ്പോൾ വിനേഷിൻ്റെ അവനത് പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എന്നാൽ നിനക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ ഇരുത്തി ചെയ്യിപ്പിച്ച് എടുപ്പിച്ചൊരു സാധനം തന്നെയാണ്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. പുള്ളി ആക്ച്വലി എന്താണ് ഒരു മ്യൂസിക് ലൈബ്രറിയാണ്. പുള്ളിയുടെ സ്റ്റഫ് ഒരുപാടുണ്ട്. പക്ഷേ ഇതിന് ആക്സസ് ഉള്ള ഒരാളത്തോട്ട് കയറിയാൽ കൃത്യമായിട്ട് സാധനം പുള്ളിയുടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ആക്സസ് ഉണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. ഇതിൽ ഈ ഭസ്മത്തിൻ്റെ പറഞ്ഞല്ലോ, അത് ശരിക്കും സ്കൂൾ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടല്ല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ലൈഫിൽ? ആക്ച്വലി ഇവൻ്റെ ഒരു ചൈൽഡ്ഹുഡ്, നമ്മുടെയൊക്കെ ഫ്രണ്ടും ഇവൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടുള്ള വിഷ്ണു രവിരാജ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ നമുക്കുണ്ട്. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഈ ഭസ്മം പൊതിഞ്ഞുകൊണ്ട് വരും, അത് തൊട്ട് കഴിഞ്ഞാൽ അടിയാണ്. അങ്ങനെ നൊട്ടോറിയസ് ഗ്യാങ് ഉണ്ടായിരുന്നു, ഭസ്മം ഗ്യാങ്. സെയിം ഇതേ പരിപാടി തന്നെയായിരുന്നു അവർക്ക്. റിബൽസ് ആണ്, ഇങ്ങനെ എന്താണ് സിഗ്മയാണ്, ഗേൾസിനെ ഇഷ്ടമല്ല, അങ്ങനത്തെ ഗേൾസിന് മാത്രമേ ഇഷ്ടമുള്ളൂ. അല്ല, നിങ്ങളുടെ ആക്ച്വലി സ്കൂൾ ലൈഫ് നമ്മുടെ റിയൽ ലൈഫിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും മെമ്മറീസ് ഉണ്ടോ? എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ സ്കൂളിലും ഞാൻ ബാക്ക് ബെഞ്ചറാണ്. കാരണം പഠിത്തത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രമല്ല, നല്ല ഹൈറ്റും ഉണ്ട്. ഈ ഹൈറ്റുള്ള കുട്ടികളെ പിടിച്ച് കുറയുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിലും. +2 വരെ എല്ലാ ക്ലാസ്സിലും ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. പിന്നെ എന്തെങ്കിലും അവിടെ നിന്ന് പ്രശ്നം ഉണ്ടായാൽ ആദ്യം അടിയെടുത്തത് ഞങ്ങൾക്കായി, അല്ലെങ്കിൽ അത് ഒരു ബഹളം ഉണ്ടായില്ല ഞങ്ങളായിരിക്കും ചെയ്യുന്നത്. ഞാനൊന്ന് കമാന്ന് മുണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഞാനും കൂടെ അത് ഉൾപ്പെട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം അതെനിക്ക് ഈ പറയുന്ന പടത്തിന് ആദ്യമായിട്ട് വിനേഷും കൈലാസും കഥയിൽ നാറേറ്റീവ് കൊടുത്തു എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഈ ശ്രീകുട്ടനിലും അനസിലും ഒക്കെ എന്നെ കാണാൻ കഴിയുന്നുള്ളതാണ്. നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നോ ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആയിരുന്നോ? ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പുറത്ത് ഞാനൊരു അരൂപിയായിരുന്നു.
അങ്ങനെ ആരും എന്നെ കണ്ടിട്ടില്ല. ഞാൻ ഒരു 10 വർഷം ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള കുട്ടികളെ പോലെ അല്ല, എല്ലാവരും സൗഹൃദമുണ്ട്, എല്ലാവർക്കും എന്നെ അറിയാൻ. അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്ന എന്നാൽ ആരുമായിട്ട് അങ്ങനെ അധികം ബന്ധമൊന്നുമില്ല. ഒരു 10 വർഷം ഞാൻ അങ്ങനെ അതും പറയാൻ പറ്റില്ല. ഞാൻ ഒന്നിനും വിടാതെ ഒരു ലിംബോയിൽ കിടക്കുന്ന ആളാണ്. ഞാൻ എക്സിസ്റ്റ് ചെയ്ത് പോയി ഒരു 10 വർഷം ഒരു സ്കൂളിൽ. അപ്പം അങ്ങനെയാണോ ഇതില് ഈ ബാക്കിലുള്ള കുട്ടികളുടെ രീതിയിലാണോ കൊണ്ടുവന്നത്? അല്ല, അതൊക്കെ നമ്മൾ ആ ടൈമിന് ഓരോന്ന് അടിച്ചു വിടണല്ലേ, ഫ്രെയിം വയ്ക്കുമ്പോൾ ഓരോ പരിപാടികൾ ചെയ്ത് വിടണേ. റെഫറൻസുകളുണ്ട്. ഞാൻ +1 +2 ടൈമുകളിലൊക്കെ SME സ്കൂളിലാണ് പഠിക്കുന്നത് ട്രിവാൻഡ്രത്ത്. അവിടുത്തെ ഗോപൻ സാർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്. പുള്ളി നമ്മൾ പഠിക്കുന്ന സമയത്ത് പോലും വേറെ ഒരു ടീച്ചേഴ്സിനെയും വേറെ പഴയ സ്റ്റുഡൻസ് കാണാൻ പറ്റില്ല. സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ വരും സാറിന്, പഴയ സ്റ്റുഡൻസ്. അപ്പോൾ സാറിൻ്റെ ഒരു റെഫറൻസാണ് ആക്ച്വലി ഇപ്പം നമ്മുടെ ഗുപ്തൻ സാറ്, ചിത്ര ടീച്ചർ അതിലേക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളത്. പുള്ളിയുടെ ഒരു അപ്പിയറൻസ് ആണ് CP സാറിനൊക്കെ വന്നിട്ടുള്ളത്. അപ്പം പുള്ളി ഒരു റെഫറൻസ് ഭയങ്കര നല്ലൊരു സാറാണ്. പുള്ളിയെ മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോഴും എനിക്ക് +2 കഴിയുമ്പോൾ. അങ്ങനത്തെ കുറേ റെഫറൻസുകൾ. പിന്നെ ഈ ജോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് സ്കൂളിൻ്റെ പരിപാടികൾ. അങ്ങനെ ഈ CP എന്ന് പറയുന്ന അധ്യാപകൻ ശരിക്കും പടം കണ്ട എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളതാണ്. എല്ലാവരുടെ ലൈഫിലും ഒരു CP എവിടെയൊക്കെ വന്നു പോയിട്ടുണ്ടെന്ന്, അതിപ്പോൾ സ്കൂളിൽ മാത്രമല്ല അത് കഴിഞ്ഞുള്ള ഹയർ സ്റ്റഡീസിലും ഉണ്ടായിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിലൊരു CP ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ CP ആക്ച്വലി സ്ത്രീയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സെക്കൻഡ് ഡ്രാഫ്റ്റിലൊക്കെ ആക്ച്വലി CP എന്ന് പറയുന്ന ക്യാരക്ടർ സുലേഖ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. അപ്പോൾ ആ രീതിക്ക് നമുക്ക് പടം ഓണാക്കുന്നതിൽ വലിയ ഡിലേയാണ്. ആ ക്യാരക്ടർ കുട്ടികളായിരിക്കുന്ന പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ ആരും മുമ്പോട്ട് വന്നില്ല. സോ നമ്മൾ അജുവേട്ടനെ വെച്ചിട്ട് ആ ക്യാരക്ടർ ജെൻഡർ സ്വാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി ഉൾപ്പെടെ പർപ്പസ് ഉൾപ്പെടെ മൊത്തത്തിൽ മാറ്റുകയാണ്. ശരിക്കും അത് പടത്തിന് വല്ലാത്ത ഗുണമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ CP എന്ന് പറയുന്ന ഒരു കഥാപാത്രം പ്ലസ് ഈ പുഴുവിൻ്റെ വിഷയം അതെൻ്റെ സ്കൂളിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. ബാക്ക് ബെഞ്ചിലോട്ടൊക്കെ ഇരിക്കുന്നവരെ പുഴു അടിക്കുന്നതിൻ്റെ പരാതി വന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടല്ലേ ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം അത് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് നോക്കി മാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് സ്ക്രിപ്റ്റ് നറേഷന് പോയി പലയിടത്ത് ഇരിക്കുമ്പോഴും പലരും പറയുന്നുണ്ട് എൻ്റെ സ്കൂളിലും ഉണ്ടായിരുന്നു, എൻ്റെ സ്കൂളിലും പലരും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ് പലരും ആ ഒരു പുഴുവിൻ്റെ വിഷയം പറയുന്നത്. അപ്പോൾ ഇതും ഞാൻ എൻ്റെ സ്കൂളിൽ മാത്രം പുഴു ഉണ്ടായിരുന്നു വിചാരിച്ച് പലർക്കും അതുകൊണ്ടെന്ന് അറിയുന്നു. അങ്ങനെ പല പല നുവാൻസസ് പലർക്കും. ഈ സിനിമയിലെ ഒരു 80% ക്യാരക്ടേഴ്സും മെയിൻ ക്യാരക്ടേഴ്സും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. ഇതിൽ ആ കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും പടം കണ്ടില്ലേ, അതിൽ ആ ചിത്ര ടീച്ചറും ഗുപ്തൻ സാറും എന്ന് പറഞ്ഞാൽ അവരുടെ ശാപം, അവരുടെ ഒരു തോട്ടമുണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും മരിച്ചു പോകും. അത് ആക്ച്വലി നമ്മുടെ കളർസ് നമ്മുടെ സുരേഷ് ഏട്ടൻ പുള്ളി പടം കണ്ടിട്ട് അത് മനസ്സിലാക്കി തോന്നുന്ന ഇങ്ങനെ ഒരാൾ എനിക്കറിയാം, പുള്ളി ഇങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പം അതും ഫില്ലായി. അപ്പോൾ ഒരു 80% ആൾക്കാരും നമ്മൾ കണ്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്. അതായത് ജോണി ആന്റണി സാർ ചെയ്ത കോഴ്സ് സാർ ശരിക്കും ശശി സാർ എന്ന് പറഞ്ഞാൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചൊരു അധ്യാപകനിൽ നിന്ന് പുള്ളിക്ക് മറവിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകും. അപ്പോൾ പുള്ളി ഭയങ്കര എന്താണ് ജെനുവിനായിട്ടുള്ള ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റും മറവി കാരണം. അപ്പോൾ പുള്ളിയിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആനന്ദ് ചെയ്ത രാകേഷ് പ്രഭാകർ എന്നുള്ള കടക്കാരൻ, പുള്ളി നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട് ഉണ്ടായിരുന്ന അബ്ബാസ് എന്നൊരു ചേർന്നുണ്ടായിരുന്നു. പുള്ളി ആക്ടറും കൂടെയാണ്. അതുകൊണ്ടാണ് ആക്ടറായ കടക്കാരൻ എന്നുള്ളൊരു സാധനം അങ്ങനെ വന്നത്. പിന്നെ ഈച്ചൻ വലിയ ക്യാരക്ടർ ഇവൻ പറഞ്ഞ പോലെ ചിത്രഗുപ്തൻ, ആ രണ്ടുപേരും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. നമ്മുടെ HMൻ്റെ ക്യാരക്ടർ ഒരു കാലിൽ ചെറിയ ലിമ്പുള്ള ഒരു അധ്യാപകൻ നമ്മുടെ ഞാൻ പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ എനിക്കറിയുന്ന സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ഈ ശ്രീകുട്ടനെ ഉൾപ്പെടെ ശ്രീകുട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ പൊസിഷനിൽ ഞാൻ ചിലപ്പോഴൊക്കെ നിന്നിട്ടുമുണ്ട്. എൻ്റെ പല കൂട്ടുകാരും പല ടീച്ചേഴ്സ് കൽപ്പിക്കുന്ന വേർതിരിവുകൾ കാരണം അവരെന്നെ സഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ എൻ്റെ പ്രത്യേകം എൻ്റെ കൂട്ടുകാരനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. സോ അതുകൊണ്ട് എനിക്ക് ഒബ്വിയസ്ലി ആ ടീച്ചറിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒറ്റ കാരണം വെച്ചിട്ട്. സോ ശ്രീകുട്ടന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശ്രീകുട്ടന്മാർ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. അവിടെ അമ്പാടി എനിക്ക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചർമാർക്ക് പഠിത്തത്തിൽ മാത്രമാണ് ഒന്ന് ഇതാക്കുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളിലും അവന്മാർ പുലികളാണ്. എന്നാൽ ഫ്രണ്ട് ബെഞ്ചർമാരാണെങ്കിൽ പഠിത്തത്തിൽ മാത്രമാണ് അവന്മാർ മുന്നിട്ടിരിക്കുന്നത്, ബാക്കി എല്ലാ കാര്യത്തിലും അണ്ടർഡോഗ്സാണ്.
അപ്പോൾ അമ്പാടിയുടെ കഥ പറയുമ്പോൾ ഒരിക്കലും വൺ സൈഡ് ടൈപ്പ് ഈ കഥ പറയുമ്പോൾ അതൊരിക്കലും ശ്രീകുട്ടൻ്റെ വശം മാത്രം എഴുതുന്നൊരു ബന്ധമുണ്ടായിരുന്നു. അതും ആക്ച്വലി റിയൽ ലൈഫ് ഇൻസ്പയർഡ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാമറ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും മെയിൻ ലൊക്കേഷൻ നമുക്ക് സ്കൂള്, ക്ലാസ് റൂം അതൊക്കെയാണ് കാണിക്കുന്നത്. അതും ലൈക്ക് അതിൻ്റെ ഒരു ക്ലാസ് റൂമിൻ്റെ ബ്യൂട്ടി അല്ലെങ്കിൽ പഴയൊരു എൻ്റെയൊക്കെ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രെയിമിംഗ് ഒക്കെ തന്നെ ആയിരുന്നു. സോ അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചതും അത് രണ്ടുപേരോടും കൂടെയാണ്. ലൊക്കേഷൻസും ആൻഡ് ഫ്രെയിമിങ്ങും അതൊക്കെ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് ട്രിവാൻഡ്രത്ത് ഒരു സ്കൂളായിരുന്നു. പക്ഷെ അതിൻ്റെ നമ്മളെ പ്രൊഡക്ഷൻ വൈസായിട്ട് ഭയങ്കര ഫീസിബിൾ അല്ല എന്നുള്ളത് പറ്റിയപ്പോൾ എറണാകുളത്ത് എവിടെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മറ്റേ ബ്രഹ്മപുരത്തിൻ്റെ അടുത്തുള്ള ഒരു സ്കൂള്, UP സ്കൂൾ. അതിപ്പോൾ അവിടെ പ്രവർത്തനമില്ല. പക്ഷേ സ്കൂളിൻ്റെ എല്ലാ ജോഗ്രഫിയും നമ്മൾ ഉദ്ദേശിച്ച ഗ്രൗണ്ടും ഫ്രണ്ടും മരങ്ങളും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പരിപാടി തന്നെ അവിടെ കിട്ടി. അപ്പോൾ അവിടെ തന്നെ പ്ലേസ് ചെയ്തത് സ്കൂൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ 80%, 70% ഫുള്ളും ക്ലാസ് റൂമിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ് റൂം നന്നായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഒരു കമ്പൾസറി പ്രയോറിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഈ അകത്തുള്ള എല്ലാ സ്റ്റുഡൻസും ഇതിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് മിങ്കിളാവണം. അപ്പോൾ നമുക്ക് ഈ ഇരുന്നു കൊണ്ട് ഡയലോഗ് പറയുന്നതല്ലാതെ നമുക്ക് ഇതുവരെ കുറേ കൊറിയോഗ്രാഫി ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ കുറേ ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ നമുക്കത് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയെല്ലാം നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് ആയിട്ട് നമുക്കൊരു കോമിക് സ്റ്റൈലായിട്ട് തന്നെ ഒരു മേക്ക് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികൾ ഒരുപാട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരേ ഡയലോഗ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു മാസ്റ്റർ എടുത്തിട്ട് പിന്നെ ക്ലോസ് വയ്ക്കുക, അങ്ങനത്തെ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എത്ര ഡയലോഗാണോ നമുക്ക് ഈ ഷോർട്ടിന് ആവശ്യം, ആ ഡയലോഗ് മാത്രമേ അവർക്ക് പറയാൻ പറ്റിയുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്രെയിമിങ്ങിലും നമുക്ക് പല ആംഗിൾസും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരേ സെറ്റ് ഓഫ് ആംഗിൾസ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കില്ല. പല സൈഡിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് ആംഗിൾസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ജോഗ്രഫി നന്നായിട്ട് നമുക്ക് രജിസ്റ്റർ ആകും. ഇങ്ങനെ ഈ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ തന്നെ നമുക്ക് അറിയാതെ നമ്മൾ ഈ ജോഗ്രഫി നമ്മളെ രജിസ്റ്റർ ആക്കുന്നതാണ്. അത് നമ്മൾ ഇങ്ങനെ ഒരു മേക്കിംഗ് ആയതുകൊണ്ട് നമുക്കത് രജിസ്റ്ററായി വന്നതാണ്. അതായത് ഈ കഥ നടക്കുന്ന കഥ പ്ലേസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വദേശം തന്നെയാണ്. അവിടെ സാധാരണ കുറച്ചുകൂടി ഹീറ്റ് കൂടിയ ചൂട് കൂടിയ സ്ഥലമാണ്. അപ്പോൾ പടത്തിൻ്റെ ആ ഒരു ഓവറോൾ ടോണിൽ നമ്മൾ പതുക്കെ ആ ഒരു കാലാവസ്ഥ മീൻസ് ആ ഒരു ചൂടിലേക്ക് കാഴ്ചക്കാരൻ എത്തിയിരിക്കുന്ന പോലെ തോന്നണം. പനമോർ ലെൻസ് യൂസ് ചെയ്തതിനും അങ്ങനെ ഉള്ള ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഈ മേക്കിംഗ് സ്റ്റൈൽ ബാക്കി ADs ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനും അനുഭവം മാത്രമായിരുന്നു പടത്തിൽ ഈച്ച് ആൻഡ് എവറി ഷോട്ട്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഒരു ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താണോ എഡിറ്റിൽ യൂസ് ചെയ്യുന്നത് അത് മാത്രമേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും അധികം ക്യാമറ യൂസ് ചെയ്യേണ്ടി വന്നതിന് അത് വലിയൊരു പ്രൊഡക്ഷൻ ഹസാറിലോട്ട് പോയാൽ ഒറ്റ ക്യാമറ വെച്ചിട്ട് കാര്യം 80% ഷൂട്ടിലും ക്രൗഡ് കൂടുതലുള്ള സീൻസാണ്. കുട്ടികൾ ഇത്രയും പേരുണ്ട്. സോ അത് എങ്ങനെ ഒരു ക്യാമറയിൽ അച്ചീവ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ഈ പടത്തിലെ കാണുന്ന എല്ലാ ഷോട്ട്സും ഒന്നും ചില കാര്യങ്ങൾ മാത്രം സൈമിൾട്ടേനിയസ്ലി വീട് കിട്ടുമ്പോൾ എടുത്തതുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്ത സാധനം സേഫ് എടുത്ത് വെച്ചിട്ടേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പടം ആക്ച്വലി 42 ദിവസം കൊണ്ട് ശരിക്കും തീരാനുള്ളതല്ല, തീർക്കാൻ പറ്റിയത് 42 ദിവസം കൊണ്ട്. കാര്യം ഇതിൻ്റെ ക്രിക്കറ്റ് സീൻ മാത്രം 3 ദിവസം വേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രീ ഡിസൈൻഡ് ആയിട്ട് സെറ്റിൽ വന്നിട്ട് പ്ലാൻ ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി എല്ലാവർക്കും അറിയാനുള്ള രീതിയിലാണ്. ഈ പഴയൊരു പ്രോസസ്സാണ്. നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാനിന് കണക്കുണ്ട്, കൊണ്ടുവരുന്ന ക്യാനിന്. അപ്പം അന്നൊക്കെ ആൾക്കാരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പണ്ട് കൊച്ചു സിനിമ ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അതായത് എത്ര ക്യാൻ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ആ ഡയറക്ടറിൻ്റെ കേപ്പബിലിറ്റി, അയാൾ കേപ്പബിൾ ആണോ അല്ലയോ. അപ്പം അന്ന് കേട്ടതും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്ന ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ നമുക്ക് സമയം. ആ സമയത്തിനുള്ളിൽ 3-4 സീന് തീർക്കണം, പിള്ളേരെ വെച്ച് ഷൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ടാണ് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തത്. നമ്മുടെ അജിചേട്ടനൊക്കെ ആദ്യം ചോദിച്ചിട്ടുണ്ട്, മേക്കപ്പ് വേണ്ടേ മോനെ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ലാട്ടെ ഇതാണ് പ്രോസസ്സ്. എന്നാൽ പുള്ളിക്ക് അതിന് ഒരു 2 ദിവസം കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതാണ് നമ്മൾ
ഒരു മാസ്റ്റർ വെച്ച് ഫുള്ള് അടിച്ച് അടുത്ത ആംഗിൾ വെച്ച് ഫുള്ള് എടുത്ത് അങ്ങനത്തെ ഇല്ലേ മൾട്ടി ക്യാമിനുള്ള നമുക്കുള്ള ബഡ്ജറ്റും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചൂസ് ചെയ്തത്. ഇനിയിപ്പം എല്ലാ പടവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. ബഡ്ജറ്റും നിൽക്കും, പടവും പെട്ടെന്ന് തീർക്കാം. അങ്ങനെ അതുപോലെ കുട്ടികളെ വെച്ച് ചെയ്യുന്ന ശരിക്കും അവര് അഭിനയിക്കണ്ടേ, എല്ലാവരും അവരാണല്ലോ ഇതില് ഹീറോസ്, അവരാണ്. എല്ലാവരുടെയും അഭിനയം ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ചില കുട്ടികളോട് ഇപ്പം ഒരു സ്നേഹം തോന്നും, അല്ലെങ്കിൽ ചിലരുടെ അഭിനയം കണ്ടിട്ട് ഈ ചെറിയ ശരീരത്തിന് എങ്ങനെ ഇതൊക്കെ വരുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവരെ എങ്ങനെയായിരുന്നു ഇതിനു വേണ്ടി റെഡിയാക്കിയത്? അതിൻ്റെ ഒരു പ്രോസസ് പറയുന്നുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് കാസ്റ്റ് ഓഡീഷനാണ്. ഓഡീഷൻ എന്ന് ഹാൻഡ് പിക്ക് ചെയ്തതാണ്. അത് ചെയ്തത് സാം ജോർജ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തായിട്ട് ഒരു തിയേറ്റർ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു, ആക്ടിംഗ് ട്രെയിനറുമായിരുന്നു. അദ്ദേഹത്തിനൊരു ടീം ഉണ്ടായിരുന്നു, സുജയ്, പ്രണവ്, അഭിഷേക്, അഹല്യ, ഈ 4 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഇവർ കാസ്റ്റ് ഷോർട്ട് ചെയ്ത് കുട്ടികൾക്ക് 15 ദിവസം ഒരു ആക്ടിംഗ് ക്യാമ്പ് കൊടുത്തു. കൃത്യമായിട്ട് അവരെ കാര്യം ഈ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുകയാണെന്ന് അവർക്കൊരു ഇത് വരാതെ അവരെ അവർ കോൺഷ്യസ് ആക്കാതെ എന്താണ് ഓരോ ടാസ്ക് കൊടുത്തും ക്രിക്കറ്റ് കളിപ്പിച്ചു. ഇതിനൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാണ് പെർഫെക്റ്റ് പിക്ക്, ആരാണ് ശ്രീകുട്ടൻ, ആരാണ് അമ്പാടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഞാനിവിടെ എറണാകുളത്ത് പ്രീതിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അറിയില്ല പടം ഒരു 35 ദിവസം ഞാൻ പടം ഷൂട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ശ്രീകുട്ടൻ ആരാണ്, അമ്പാടി ആരാണ്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്കുള്ളതൊക്കെ അവിടെ റെഡിയാണ്. അവിടെ എല്ലാവരെയും പെർഫെക്റ്റ്ലി ഗ്രൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരൊന്ന് ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ഇവർ ഒരു കൃത്യമായിട്ട് ശ്രീകുട്ടനോ കൃത്യമായിട്ടൊരു അനസോ ആരും അല്ലായിരുന്നു. അവരെ സാമേട്ടനും ടീമുമാണ് അങ്ങനെ ആക്കി തീർത്തത്. പിന്നെ അവരുടെ അസിസ്റ്റൻസ് എൻ്റെ സെറ്റിലും ഉണ്ടായിരുന്നു. കുട്ടികൾ അഭിനയിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ലൈൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത്, ഇമോഷൻസ് ഒന്നും പറയാതെ ലൈൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടാണ് ക്യാമറ മുമ്പ് വിടുന്നത്. സോ ക്യാമറ മുമ്പ് വന്നതിന് ശേഷം അവർക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പഠിച്ചു വെച്ച ഡയലോഗ് എങ്ങനെ പറയാമെന്നുള്ള കാര്യം മാത്രം എനിക്ക് ചെയ്തു കൊടുക്കാൻ മതിയായിരുന്നു. സോ സാംജോർജ് എന്ന് പറയുന്ന ട്രെയിനറുടെ ആ ഒരു ഭയങ്കര ഒരു ഹെൽപ്പ് ഈ പ്രവർത്തനം വളരെ ഇഷ്ടം. അതുപോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ ടൈമിൽ നമുക്കറിയാം അധികം ആളുകളിലേക്ക് എത്തിയില്ല, പല പല കാരണങ്ങൾ കൊണ്ടാവാം. പക്ഷെ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാനും OTT-യിലാണ് ചെക്ക് ചെയ്യുന്നത്, തിയേറ്ററിൽ ഞാൻ മിസ് ചെയ്തു. പക്ഷെ OTT-യിൽ വന്നതിന് ശേഷം ഇപ്പം ഭയങ്കര ഒരു വെൽക്കമിങ് ആണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ എന്താ തോന്നുന്നു, ഇപ്പം മുമ്പത്തേതിൽ നിന്നും ഒരുപാടൊക്കെ മാറിയിട്ട് മുമ്പ് എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു. പിന്നെയാണ് ഇപ്പോഴാണല്ലോ OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നു തുടങ്ങിയത്. സോ OTT-യിൽ വന്നിട്ട് എല്ലാവരും നല്ലത് തന്നെ പറയുന്നുണ്ട്. സോ അത് തിയേറ്ററിൽ കുറച്ച് പേരോടെ കാണണമായിരുന്നു എന്നൊക്കെ ഉണ്ടോ? ആക്ച്വലി ആ ഒരു ഇതിൽ നിന്നൊക്കെ മൂവ് ആവേണ്ട ഒരു സമയം ആയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഞങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിരുന്നു. നമ്മുടെ പ്രൊഡക്ഷനായിട്ടുള്ള ബഡ്ജറ്റ് ലാബാണെങ്കിൽ റിലീസ് സമയത്ത് അവരുടെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ റിലീസ് സമയത്തും ചെയ്തിരുന്നു. ആദ്യത്തെ ആഴ്ച ശരിക്കും വേർഡ് ഓഫ് മൗത്തിൽ മാത്രം പല തിയേറ്ററുകളിൽ നിലനിന്നപ്പോൾ തൊട്ടടുത്ത ആഴ്ച പുഷ്പ 2 പോലൊരു വലിയ റിലീസ് വരുമ്പോൾ നമുക്ക് ഒരു ലൈൻ ഷെയർ തിയേറ്റേഴ്സും അവിടെ മിസ്സായി. പക്ഷേ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ OTT-യിലേക്ക് വരുമ്പോൾ സൈൻ അപ്പ് പ്ലേ പോലെ മലയാളത്തിൽ ഇത്രയും വലിയ ആർക്കൈവ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പഞ്ചാബിലെ സ്കൂളിലുണ്ടായ ഇമ്പാക്റ്റും തമിഴ്നാട്ടിലെ ഫുൾ സ്കൂളുകളുണ്ടാകുന്ന ഇമ്പാക്റ്റും ഒക്കെ ആ ഒരു വിജയത്തിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ. മറ്റെല്ലാം അതിന് മൂന്നാവേണ്ട സമയമായി എന്നാണ്. ഈ പാട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത ഈ പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ പല്ലവി അനുപല്ലവി ഉണ്ടല്ലോ. ഇത് ശരിക്കും ഇത് രണ്ട് പാട്ടുകളുടെ പല്ലവിയായിരുന്നു. അതായത് പല്ലവി ഇതിനോട് ചെയ്ത് കൊടുത്തു, അപ്പം ചെയ്ത് കേൾപ്പിച്ചു വിനേഷിനെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വേറൊന്നോട് കേൾപ്പിച്ചു. അപ്പോൾ വിനേഷിനത് കൺഫ്യൂഷനായി. ഇത് രണ്ടും വിനേഷ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇതിൽ ഗുപ്തൻ എന്ന ക്യാരക്ടർ ഇതാ കണ്ണനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. കണ്ണൻ എൻ്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ കണ്ണൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ആ ഫസ്റ്റ് ട്യൂണ് പല്ലവി, നെക്സ്റ്റ് ട്യൂൺ തലമല്ലവി ആക്കണം. ഞാൻ പറയുന്നത് അത് ശരിയാവും തോന്നുന്നത്, നീ പാടി നോക്കാം. ഞാൻ പാടിയത് കറക്റ്റായി. അപ്പോഴാണ് വിനേഷിന് എസ് മുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ചിരിയില്ലേ, ഈ ചിരിയാണല്ലോ. നല്ലോമൽ ചെണ്ടാണ്, ചേരുള്ളൊരു പെണ്ണാണ്, മയേകിയ വാർക്കണ്ണിൽ മീനോടണതെന്താണ്, നെയ്യാറിൻ കുഞ്ഞോണം നിൻഗാനം പാടുമ്പോൾ നെയ്യാമ്പൽ പൂ പോലും
നിൻ ചന്തം തേടുമ്പോൾ രാവെല്ലാം ഞാൻ കാണും സ്വപ്നം നീയാണ്. ഒരു കൺസൂചിത്തുമ്പാൽ മെല്ലെ എന്നെ നീ നുള്ളുന്നു. മിണ്ടാട്ടം മിണ്ടാതേതോ കിന്നാരം ചൊല്ലുന്നു. മണിമുത്തേ നീ മുന്നിൽ വന്ന എൻ ലോകം മാറുന്നു. ചങ്ങാത്തം കൂടാൻ ഞാനും പിന്നാലെ പോരുന്നു. അതിൽ എനിക്ക് വിനേശനോട് ചോദിക്കാനുള്ളതാ, ഞാൻ ആനന്ദേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പണ്ട് സിനിമ നമ്മുടെ പ്രിയദർശൻ സാർ, ലാലേട്ടൻ ഇവരുടെയൊക്കെ സിനിമ തുടങ്ങുന്നത് ട്രിവാൻഡ്രമായിരുന്നു. പിന്നെ അത് ഫുള്ള് കൊച്ചിയിലേക്കായി. അപ്പം ആനന്ദേട്ടൻ എൻ്റെ അടുത്ത് അന്ന് ഇപ്പോഴല്ല കുറച്ച് വർഷം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വീണ്ടും അങ്ങനെ ഒരു ഗ്യാങ്ങിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. എനിക്ക് തോന്നുന്നു അന്ന് വിനേശനാണെന്ന് തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ആനന്ദേട്ടനെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഒരു 5 years മുന്നേ അന്നെ അടുത്ത് പറഞ്ഞായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പൊ അന്നിങ്ങനെ ആ ട്രിവാൻഡ്രം ഗ്യാങ്ങിൽ പെടുന്നതാണല്ലോ ആക്ച്വലി. ഇപ്പൊ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു ഗ്യാങ് ആക്ച്വലി ഫോം ചെയ്ത് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതങ്ങനെ ഉണ്ടാവും. അത് അങ്ങനെ ഒരു ട്രിവാൻഡ്രം ഗ്യാങ് എന്നുള്ളതല്ല, നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ സിനിമയിലെ ഈ ഒരു ഇത്ര ആൾക്കാർ കുറച്ച് പേര് ട്രിവാൻഡ്രത്തുണ്ട്, ബാക്കി എല്ലാവരും കൂടെ കൂടി തന്നെയാണ്. കൊച്ചിയിലുള്ളവരുണ്ട്, പല സ്ഥലങ്ങളിലുള്ളവരുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ളൊരു അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്ക് ഇപ്പോൾ ഒരു കൊച്ചി ഒരു ഹബ്ബാവുമ്പോൾ അങ്ങനെ ഒരു ഹബ്ബിലേക്ക് വന്ന് നമ്മളെല്ലാവരും പല ജില്ലകളിൽ നിന്നും ചിലപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടിച്ചേർന്ന് ഒരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ കൾച്ചറൽ എക്സ്ചേഞ്ചും കൂടെ നടക്കുകയാണ്. ആക്ച്വലി അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ വേണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സോ തിരുവനന്തപുരത്തു നിന്നൊരു ടീം എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു ടീം എന്നറിയപ്പെടാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഇതില് റൈറ്റേഴ്സ് ഇപ്പം കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന പ്രോസസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി എൻ്റെതാണ് കഥ. ഞാനത് ആദ്യം ആനന്ദിനോട് പറയുന്നു, പിന്നീട് കൈലാഷ് വരുന്നു, പിന്നീട് മുരളി വരുന്നു. മുരളി ദുബായിലെ ജോലിയൊക്കെ രാജിവെച്ച് സിനിമയിൽ ഇതാവാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് മുരളിയെ കിട്ടി. അപ്പോൾ ആ സമയത്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര, ഇപ്പോഴും അവൻ്റെ വർക്കിൻ്റെ ആ ഒരു ഇതിന് കുറവൊന്നുമില്ല. അപ്പോൾ ഈ ചർച്ചകൾ ഒരുപാട് പേരിൽ ഉണ്ടാവുന്നു. ഈ നമ്മൾ ഒരു സിനിമ വേണം, ആദ്യം ഷോർട്ട് ഫിലിമായിട്ട് പ്ലാൻ ചെയ്തു, പിന്നീട് സിനിമയുടെ ഒരു സാധ്യത ഷോർട്ട് ഫിലിമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഒരു 20 മിനിറ്റ്. അന്ന് ഈ പറയുന്ന പൊളിറ്റിക്കൽ ആംഗിളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചിരിച്ച് കളയാവുന്ന ഷോർട്ട് ഫിലിം അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സിനിമയാക്കാം എന്നുള്ള ആലോചന കൂലങ്കഷമായിട്ട് നടക്കുന്നു. പ്രധാനമായിട്ടൊരു 4 പേര് കേന്ദ്രീകരിക്കുന്നു, 4 പേര് എഴുതാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ എഴുതുന്നത് മീൻസ് ഈ എഴുതുക എന്നുള്ള പ്രോസസ് ചെയ്യുന്നത് പലരായിരിക്കും. ഡിസ്കഷൻ എന്നുള്ളൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ ഒരാൾ എഴുതുന്ന സാധനത്തിനെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തുക, അടുത്തത് മറ്റൊരാൾ എഴുതുക. ഈ രീതിയിൽ ഡിസ്കഷനും റൈറ്റിംഗ് ആൻഡ് റീറൈറ്റിംഗ് പ്രോസസ്സാണ് ഈ 4 പേർക്കിടയിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടില്ല. ഈ സ്ക്രിപ്റ്റ് പലതവണ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു 4 പേര് എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. കാര്യം 4 ബ്രെയിൻസാണ് ഇതിൽ സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്തിട്ടുള്ളത്. 4 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സോ ഒരാൾ, ഞാൻ എഡിറ്ററാണ് ബേസിക്കലി, ആനന്ദ് ആക്ടറാണ്, മുരളി എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പം നല്ല വായനയുള്ള ആളാണ്, നമ്മളെ കമ്പാരിറ്റീവ്ലി നല്ല വായനയുള്ള ആളാണ്. അപ്പം ഇത്രയും പേരുടെ പെർസ്പെക്റ്റീവ് വരുന്നത് നമ്മൾ 4 പേര് എഴുതി പേപ്പറിലാക്കുന്നേ ഉള്ളൂ. ഒരുപാട് പേരുടെ ഇൻപുട്ടും കാര്യങ്ങളും, അതായത് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് 4 പേരും കൂടെ കെട്ടിക്കയറിയിരുന്ന് എഴുതല്ല. അത് അവിടെ നമ്മളുള്ള എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു, കഥ പറയുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ തുണ്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ. ഈ 3.5 വർഷം നമ്മൾ ഈ ഒരു ഒറ്റ സ്ക്രിപ്റ്റുമായിട്ട് നടന്നു. അതൊരു വലിയ മണ്ടത്തരമാണ്. എന്നാലും അല്ലല്ല, ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നമ്മൾ പടം ഓണാക്കാനും പരിപാടിക്ക് വേണ്ടി നടന്നത്, കോവിഡിൻ്റെയും അതിന് ശേഷമുള്ള സമയമൊക്കെ. അപ്പോൾ ആ സമയത്ത് ഈ ഡ്രാഫ്റ്റ് ഒരു 3ാമത്തെ ഡ്രാഫ്റ്റായി. 3ാമത്തെ ഡ്രാഫ്റ്റ് ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി സ്ത്രീ കഥാപാത്രം നടക്കില്ല. അപ്പോൾ 4ാമത്തെ ഡ്രാഫ്റ്റിൽ നമ്മളത് ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രോസസ്സിലെല്ലാം ഈ 4 പേരുടെയും ബ്രെയിന് വർക്ക് ചെയ്തു എന്നുള്ളതിലുപരി അവിടെയുള്ള എല്ലാവരുടെയും ബ്രെയിൻ ഈ സ്ക്രിപ്റ്റിന് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വരാം, 4 പേർക്കും റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നത് വളരെ റയറാണ്, പക്ഷെ വന്നിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ബ്ലോക്കായി പോകാതിരിക്കാൻ കാരണം ഈ എൻവയോൺമെൻറ്റും കൂടെയാണ്. സോ നമ്മൾ ഒരിടത്തും അങ്ങനെ പെട്ടുപോയിട്ട് ഇനി എന്ത് ചെയ്യുന്നൊരു കൺഫ്യൂഷനിൽ നിന്നിട്ടില്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ജയഹരൻ സേവ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഈവൻ അനൂപ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് പറ്റി പടത്തിനെ വർക്ക് ചെയ്തിട്ടില്ലാത്ത പലരുമില്ല. ശിവസായി പോലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഗഗനചാരി സിനിമയുടെ കോറേറ്ററൊക്കെയാണ്. ഈ സിനിമയിൽ ഒരു ടെക്നിക്കൽ ടാഗും അവനില്ല, ബട്ട് അവരുൾപ്പെടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് പല കാര്യങ്ങളും. അവിടെ ഒരു ലൈൻ എടുത്തിട്ട് നമുക്ക് സിനിമ കഥ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂർ ഡിസ്കഷനിൽ നമ്മളൊരു പടത്തിൻ്റെ പകുതി ഡെവലപ്പ് ചെയ്തെടുക്കും. കാരണം അത്രയും പേര് അവിടെ ഇരിക്കണം. അതേ പ്രോസസ്സാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്ക്രിപ്റ്റിന് നടന്ന അതേ പ്രോസസ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കഥ ഐഡൻറ്റിഫൈ ചെയ്യാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. അവിടെ ഡെവലപ്പ് ചെയ്ത് ഒരു സിനിമാ രൂപമാക്കാൻ വലിയ സമയം വേണ്ട. ഒറ്റ ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഒരു സീരീസിനുള്ള സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെറും രാവിലെ ഇരുന്ന് വൈകുന്നേരം ആയപ്പം 5 എപ്പിസോഡിൻ്റെ പരിപാടിയായി. അങ്ങനെയാണ് അവിടുത്തെ പ്രോസസ്സ് നമ്മൾ നടക്കുന്നത്. അടുത്ത സ്റ്റോറി നോക്കുന്നുണ്ടെന്നൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് സ്വന്തം സ്റ്റോറി അല്ലാതെ ഇനി വേറെ സ്റ്റോറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്? അല്ല, അത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള 2 സ്ക്രീൻ പ്ലേസ് ഉണ്ട്. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ എൻ്റേതല്ലാത്ത വേറെ 2 സ്ക്രിപ്റ്റും കൂടെ എനിക്ക് പുഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഉപരി എനിക്ക് കുറേ കൂടി നല്ല റൈറ്റേഴ്സിന്, അത് എനിക്ക് വേണ്ടി മാത്രമായിട്ട് പോസ്റ്റല്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൈലാഷ് ഉൾപ്പെടെ മുരളി ഉൾപ്പെടെ ഞാനല്ലാതെ 2 ഡയറക്ടേഴ്സ് വേറെ ഉണ്ട്. സോ അവരുടെ സമ്മതപ്രകാരം തന്നെ ഏറ്റവും നല്ല റൈറ്റേഴ്സിനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഞാൻ 20ഓളം സ്റ്റോറീസ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ബെസ്റ്റ് 2 ചൂസ് ചെയ്യണം. അങ്ങനെ ഒരു ജോണറിൽ തന്നെ പെട്ട് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു റൊമാൻറ്റിക് കോമഡിയാണ്, ഒരെണ്ണം ഒരു ഗ്യാങ്സ്റ്റർ കോമഡിയാണ്. സോ എനിക്ക് ഒരു രീതിയിലും ഒരു മേക്കിംഗ് സ്റ്റൈലിലോ ഒരു കഥാ രീതിയിലോ ഒരേ റൂട്ടിൽ ഓടാൻ താല്പര്യമില്ല. പുതിയ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. സോ 20 സ്ക്രിപ്റ്റിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ചിലപ്പോൾ ഇവന് ഒരു കഥ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ റൈറ്ററിന് ഇതിന് കണക്ട് ചെയ്ത് കൊടുക്കും. സോ നമ്മുടെ മൊത്തത്തിലുള്ള എൻവയോൺമെൻറ്റ് ഇതാക്കാൻ വേണ്ടി ഒരു റൈറ്റേഴ്സ് റൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു എന്താ പറയുക അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ ഭാവിയിൽ അച്ചീവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനമാണ്. നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. കാര്യം എഴുത്തുകാർക്ക് കൃത്യമായിട്ട് ഇവിടെ പേയ്മെൻറ്റ് കിട്ടുന്നില്ല. ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി അത് റീമേക്ക് റൈറ്റിനൊക്കെ കോടികൾ കൊടുത്ത ആൾക്കാർ വാങ്ങും. പക്ഷേ എഴുത്തുകാരനൊരു 3 ലക്ഷം രൂപ കൊടുക്കാൻ പലരും ശ്രമിക്കാറില്ല. സോ എഴുത്തുകാരന് കൃത്യമായിട്ട് പൈസ കിട്ടും. കാര്യം അതെ. പിന്നെ എഴുത്തുകാരിൽ ഇൻവെസ്റ്റ് ചെയ്താലേ ഒരു ഇൻഡസ്ട്രിക്ക് ഗുണമുള്ളൂ. അൾട്ടിമേറ്റ്ലി റൈറ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാര്യം ബ്രെയിൻ അവിടെയാണ്. അവിടെ ആദ്യം വർക്ക് ചെയ്തിട്ട് മറ്റെന്തിനും പ്രാധാന്യമുള്ളൂ. സോ അങ്ങനെ എഴുത്തുകാരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എഴുത്തുകാരിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സാലറി പോലെയൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു റൈറ്റേഴ്സ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് ആക്ച്വലി രക്ഷ ഷെട്ടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂസിൻ പരാരിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഉടനെ എത്തിച്ചേരണം എന്നൊരു ടാർഗറ്റ് വെച്ചിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമാണ് ഈ ഒരു സ്ക്രിപ്റ്റിന്. അധികം പേർക്കും അറിയില്ല ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം ഈ ഒരുപാട് പേര് എഴുതുന്നു. നമ്മുടെ ഇവന് ആ മെയിലിട്ടപ്പോൾ തന്നെ ഒരു 150-200 എൻക്വയറി വന്നു സിനോപ്സ്. അപ്പം 200-ൽ നിന്ന് ഇവ 20 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത്രയും ഇത്രയും റൈറ്റേഴ്സ് ഉണ്ട് അവിടെ. അപ്പം രക്ഷി ഷെട്ടി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അവർ ഈ റൈറ്റേഴ്സിനെ കൊണ്ടുവന്നൊരു ടീം ഉണ്ടാക്കി പുള്ളി വായിച്ച് സ്ക്രീൻ പ്ലേ ആധികാരികമായി പഠിക്കേണ്ട ഒന്നാണ്. അത് പഠിച്ച് പുള്ളി ആ റൈറ്റേഴ്സിനെ പഠിപ്പിച്ച് അവിടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ വന്നു. അവിടെ ബ്ലൂ സ്കൈയിങ് ഉണ്ടായി. എല്ലാത്തിലൂടെ ഒരു കഥ രൂപപ്പെടുത്തി എടുക്കുകയാണ്. അത് അവർക്ക് എന്തോ നവരത്ന അങ്ങനെ എന്തോ പറഞ്ഞ ടീമുണ്ട്. ആ ക്വാളിറ്റി അവരുടെ ഇപ്പം സപ്തസാഗര ദാച്ചയിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു റൊമാൻറ്റിക് കോമഡിയാണ് പടം. റൊമാൻറ്റിക് കോമഡിയല്ല, റൊമാൻറ്റിക് ഡ്രാമയാണ് പടം. അത് പടം തുടങ്ങുമ്പോഴേ അവർ ഓൾറെഡി ലവിലാണ്, പ്രണയത്തിലാണ്. അപ്പം അത് ആ റൈറ്റിംഗ് ഒക്കെ അപാര റൈറ്റിംഗാണ്. അത് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ഒരാളെ പഠിപ്പിച്ച് അവരത് എഴുതി അവർക്ക് മന്ത്ലി സാലറി ഇല്ലെങ്കിൽ പ്രോജക്റ്റിന് സാലറി നല്ല സാലറി കൊടുത്ത് ചെയ്യാനുള്ള നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. അത് ഭാവിയിൽ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ഈ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ വന്നൊരു മാറ്റമുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും മാറ്റം ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാര്യം ഈ സിനിമ അതിൻ്റെ കൂടുതൽ ലെങ്ത്തിൽ ഡിസ്കസ് ചെയ്ത കൂടുതൽ ലൗഡായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. CP എന്ന് പറയുന്ന അധ്യാപകൻ്റെ നമ്മുടെ CP സിനിമാ ഭ്രാന്തനല്ലേ, വേറെ ടൈപ്പ് CP ആണ്. അപ്പോൾ ഈ CP നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ജീവിതത്തിൽ CP ഉണ്ടായിട്ടുണ്ട്. ടോക്സിസിറ്റി ഉള്ള, അതായത് കുട്ടികളെ അവർ തീരുമാനിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് വേർതിരിച്ച് പഠിപ്പിക്കുന്ന, വളരെ ടോക്സിക്കായി കുട്ടികളോട് പെരുമാറുന്ന അങ്ങനെ ഒരു കൾച്ചർ ശരിയാണെന്ന് വിശ്വസിക്കുന്ന
ആൾക്കാർ ഇപ്പോൾ ഒരുപാടുണ്ട്. അത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിച്ച് അതേ രീതി വെച്ച് പുലർത്തുന്ന അധ്യാപകരുണ്ട്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നോക്കിയറിയാം, പല കുട്ടികളും അധ്യാപകരിൽ നിന്ന് വലിയ രീതിക്ക് ട്രോമ അനുഭവിക്കുന്നുണ്ട്. ഇതൊരു ന്യൂസ് ആകുമ്പോൾ, എന്തെങ്കിലും ഒരു ട്രാജഡി നടക്കുമ്പോൾ മാത്രമാണ് നമ്മളത് വളരെ ലൗഡായിട്ട് അറിയുന്നത്. എന്നിട്ട് ആ ന്യൂസിൻ്റെ വാല്യൂ തിരുമ്പോൾ നമ്മളത് മറക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും അവരവിടെ തന്നെ ഉണ്ട്. അവരെ തിരിച്ചറിയുക, ഒറ്റപ്പെടുത്തുക, തിരുത്താൻ അവസരം കൊടുക്കുക. സോ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മുന്നോട്ട് വയ്ക്കുന്നത് സെമി സർക്കുലർ ചേഞ്ച് മാത്രമല്ല, നമ്മുടെയും കൂടെ റിക്വസ്റ്റാണ്. CPI പോലുള്ള ടീച്ചർമാരെ തിരിച്ചറിയണം, അവരെ തിരുത്തണം. പക്ഷെ ടീച്ചിങ്ങിൽ എനിക്ക് തോന്നുന്നു ഇപ്പം, അതായത് എൻ്റെയൊക്കെ ഒരു സ്കൂൾ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ അത് പുറമേ മാത്രമാണ്, അകത്ത് ഇന്നർ ഹാർട്ടിൽ അങ്ങനെ സംഭവിക്കുന്നെന്ന് തോന്നുന്നില്ല. അതൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരാളെ നമ്മൾ ആ രീതിയിൽ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാളുടെ കോംപ്ലക്ഷൻ വെച്ചിട്ട് നമ്മൾ അധിക്ഷേപിച്ചാൽ അതൊരു ന്യൂസാണ്. ഇപ്പൊ നമുക്കത് പെട്ടെന്നൊരു അവർക്ക് അത് പരാതിപ്പെടാം എങ്ങനെ നിന്നുകൊണ്ട് അത് അകത്ത് മൂടി വെച്ചിരിക്കുകയാണ്. അതാണ് മറ്റേക്കാളും ഭീകരം. പണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബാക്ക് ബെഞ്ചർ എന്നുള്ളതിനേക്കാൾ ഞാൻ കൂടുതലും ഞാൻ അനുഭവിക്കേണ്ടിട്ടുള്ളത് എൻ്റെ കളറിനെ പരിഹസിച്ചിട്ടുള്ള ഒരുപാട് തമാശകൾ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സാറ് പണ്ട് ഇപ്പോൾ വിനീഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് പണ്ട് എന്തോ ഒരു കാര്യത്തിൽ എന്തോ ഒരു നാടകം ഇങ്ങോട്ട്, അപ്പം എല്ലാവരും പറയുന്നത് സാർ ജയഹരി വേഷം ചെയ്യും എന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവനെ കണ്ടാൽ തന്നെ പേടിയാവുമല്ലോ എന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സാറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതന്ന് ക്ലാസ് മുഴുവൻ ഭയങ്കര ശരിയായിരുന്നു. പക്ഷെ അത് ഇന്നും ആ സംഭവം ഞാൻ ഓർത്തിരിക്കണം, അത് എന്നെ എന്തുമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അത് പറയാൻ പറ്റില്ല. പക്ഷേ ആ ചിന്ത ഇപ്പോഴും മനസ്സിലുണ്ട്. അതിപ്പോ CP ഒരിക്കലും അത് പറയുന്നില്ല പടത്തിൽ. CPക്ക് എന്താണ് ശ്രീകുട്ടനുള്ള പ്രശ്നം എന്ന് ഒരിക്കലും വിട്ടു പറയുന്നില്ല. ഈ വാക്ക് തന്നെ, ജാതി എന്നുള്ള വാക്ക് തന്നെ സിനിമയിൽ. പക്ഷെ കണ്ട എല്ലാവർക്കും അതെന്താണ് ഇതെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടി. അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലതും പലരുടെ ഉള്ളിലാണ്. അത് ഈ കുട്ടികൾക്കൊരു ബേസിക്കലി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അത് ഈ പാരൻസ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ കുഞ്ഞാരിയുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും ഒന്ന് പറയുമായിരുന്നു, ഇന്ന് നടന്ന കാര്യങ്ങൾ. അപ്പം അമ്മ ചോദിക്കും വൈകുന്നേരം, ഇന്ന് എന്തൊക്കെ ചെയ്തു, ആരൊക്കെ എന്ത് പറഞ്ഞു എന്നുള്ളത്. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഒരു 9ാം 10ാം ക്ലാസ് വരെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയും. എന്നെ ഇതേപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ എന്നെ എന്തോ പേര് വിളിച്ച്, എനിക്ക് ഓർമ്മയില്ല, സൈക്കിളിൽ പോണ വഴി ഇതേപോലെ നിറം വെച്ചിട്ട് എന്തോ ഒരു പേരാണ്, അത് പറയാനും കൊള്ളൂല. അത് പറഞ്ഞപ്പോൾ ഞാൻ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഇതിപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്നെ അതങ്ങനെ ബാധിച്ചിട്ടുമില്ല, എന്നെ അങ്ങനെ അത് മാനസികമായി ബാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ആ സൗണ്ടിങ് എനിക്ക് ഇഷ്ടമല്ല വിളിക്കണ. അപ്പം ഞാൻ കല്ലെടുത്തെറിഞ്ഞത് അമ്മയുടെ അടുത്ത് ഞാൻ വൈകുന്നേരം വന്ന് പറയാണ്, അമ്മ ഇന്നെന്ത് നടന്നു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ കാര്യം പറയുമ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ കല്ലെടുത്തെറിയുന്ന അവൻ സൈക്കിളിൽ പോവുകയാണ്, അവൻ്റെ ദേഹത്ത് കൊണ്ട് അവൻ വീണ്, അവൻ്റെ ദേഹത്ത് വല്ല വണ്ടിയും കയറി നീ എന്ത് ചെയ്യും, അവൻ ആക്സിഡന്റ് പറ്റിയ നീ എന്ത് ചെയ്യും, അവൻ്റെ തല പൊട്ടിയ നീ എന്ത് ചെയ്യും എന്നാണ് അമ്മ തിരിച്ചു വെച്ചത്. പിന്നെ ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല. എന്നെ അമ്മ പോയി നേരിട്ട് അവനെ കണ്ടിട്ട് സംസാരിച്ചു. എന്താണ് അത് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. അപ്പം ആ ഒരു സ്പേസ് പാരൻസ് കുട്ടികൾക്ക് കൊടുക്കണം, അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. മെയിനായിട്ട് അവർക്ക് കേൾവിക്കാരില്ല. അവരുടെ കേൾവിക്കാർക്ക് ഇപ്പോൾ ഓൺലൈനിലാണ്. ഓൺലൈനിൽ പല തരത്തിലുള്ള ആൾക്കാരാണ് അവരുടെ കേൾവിക്കാരായിട്ടുള്ളത്. ഓൺലൈനിൽ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് പറ്റിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. സോ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഒരു കുട്ടിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. കുട്ടിക്ക് തോന്നണം നമ്മളോട് പറയുന്നത് സേഫാണ്, എന്ത് വേണമെന്ന് പറയാം. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പലതും നമ്മൾ അറിയും. ഇന്ന ടീച്ചറിൻ്റെ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യം, ഇപ്പോൾ വളരെ വേദനിപ്പിക്കുന്ന പല പോക്സോപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ഇത് പാരന്റ് ഒരു കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്പേസ് ഒരു പാരന്റ് ഇട്ട് കൊടുത്തെങ്കിൽ അതൊരു പരിധിവരെയൊക്കെ തടയാൻ പറ്റും. സോ കേൾവിക്കാരുണ്ടാകുക. 30 Reasons Why എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്. അതിൽ ആക്ച്വലി ഈ വിഷയമാണ് പറയുന്നത്. ഈ ബുള്ളിങ് ഒക്കെ നടന്ന കുട്ടികൾ, ആ ടീനേജേഴ്സ് വീട്ടിലൊന്നും കാര്യം പറയില്ല. അവർക്ക് അറിഞ്ഞൂടാ. പാരന്റ്സിനെ സംബന്ധിച്ച് സ്വന്തം മക്കള് എന്തോ ഏലിയൻസിനെ പോലെയാണ്. അവരവിടെ ഏലിയനാണ്. അവരൊന്നും പറയുന്നില്ല. അവരെല്ലാം ഉള്ളിൽ ഒതുക്കി അത് അവസാനം പോയി സൂയിസൈഡിലാണ് എത്തുന്നത്. ആ ഒരു സ്പേസ് കുഞ്ഞുനാളിലേ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നടന്നല്ലോ അത്. കോഴിക്കോട് ഒരു കുട്ടി ആത്മഹത്യയില്ലേ, സ്കൂള് ക്ലാസ് മാറ്റി. അപ്പൊ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ നടന്ന സംഭവം.
അതെ. മാറ്റമൊന്നുമില്ല. അല്ല, സ്കൂൾ ലൈഫിൽ എനിക്കും അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എൻ്റെ അമ്മയോട് എനിക്കത് പറയാൻ പറ്റുന്നതാ. അമ്മയോട് കറക്റ്റായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അമ്മ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ പറഞ്ഞ പോലെ കളറിന്റെ പേരിലും കാസ്റ്റിന്റെ പേരിലും ഒക്കെ ഇങ്ങനെ ബുള്ളിങ് ഫേസ് ചെയ്ത് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് അമ്മ ഒറ്റ വാക്ക് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ പിള്ളേരൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം പേരൻസ് മനസ്സിലാക്കുന്ന പേരൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരും. അതിനനുസരിച്ച് അധ്യാപകരും അത് മനസ്സിലാക്കണം. മുൻവാക്കിൻ്റെ അപ്ഡേറ്റ് ഒരുപാടങ്ങ് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാറ്. പ്രൊഫസറും റഹ്മാൻ സാറും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഈ ഒരു 2 സോങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇയർ ആണ് തോന്നുന്നത്. അതെ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിം ക്രെഡിറ്റ് സ്കോർ എന്നൊരു ഫിലിമാണ്. അത് ശ്രീനാഥ് ഭാസി അഭിനയിക്കുന്ന ഫിലിമാണ്. ബാക്കി 2 മൂവീസ് ഇപ്പോൾ ഓൺ പ്രൊഡക്ഷനിലാണ്. അത് ഇപ്പോൾ അനു പറഞ്ഞ പോലെ അത് ഒത്തിരി കോൺഫിഡൻഷ്യലാണ്. പുറത്ത് പറ്റില്ല. ഇല്ല, ഇപ്പോൾ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഇപ്പം വളരെയധികം നല്ലൊരു വിജയം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഇപ്പം സമൂഹത്തിലൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് സിനിമ. ശരിക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഓരോ സിനിമയിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരണം എന്നുള്ള. അങ്ങനെ നല്ലൊരു മാറ്റം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ പറ്റിയതിലും. സിനിമയും ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളും എല്ലാം വലിയ വിജയമാക്കാൻ തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.